പ്രഭാതമുണരും ഹിമമയഗിരിയിൽ പ്രണവധ്വനി തൻ പ്രദക്ഷിണം. ദേഹോ ദേവാലയ പ്രോക്തോ ജീവോ ദേവ സദാശിവ. പ്രദോഷമണയും ജപജലധികളിൽ പ്രഭാമയം തവ പ്രദക്ഷിണം. പ്രദക്ഷിണം പ്രപഞ്ച മന്ദിര ഗോപുര നടയിൽ നിരാമയം ദിനം പ്രദക്ഷിണം. പ്രസാദ കുങ്കുമ തിലകം ചാർത്തും ജീവിത നടയിൽ പ്രദക്ഷിണം. സ്വാമിയേ ഹരിഹര സുതനേ ഹരിഹര സുതൻ ആനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പോ. ജ്ഞാനമുദ്രാം ശാസ്ത്രമുദ്രാം ഗുരുമുദ്രാം നമാമ്യഹം. വനമുദ്രാം ശുദ്ധമുദ്രാം രുദ്രമുദ്രാം നമാമ്യഹം. ശാന്തമുദ്രാം സത്യമുദ്രാം വ്രതമുദ്രാം നമാമ്യഹം. ശബര്യാശ്രമ സത്യേന മുദ്രാ പാതു സദാപി മേ. ശബര്യാശ്രമ സത്യേന മുദ്രാ പാതു സദാപി മേ. പുണ്യനദികൾ ഒഴുകുന്ന തീരങ്ങളെല്ലാം മോക്ഷതീരങ്ങൾ തന്നെയാണ്. പമ്പയെന്ന മോക്ഷനദിയുടെ പവിത്രമായ തീരങ്ങളിൽ ജീവിക്കാൻ നിയോഗിക്കപ്പെട്ട പുണ്യജന്മങ്ങളാണ് ആനപ്രമ്പാൽ ദേശക്കാർ. ശരണം വിളികളുടെ താളത്തിൽ പമ്പയിലേക്ക് ഒഴുകി നിറയുന്ന പുണ്യം പമ്പ വിളക്കിൻ്റെ ശോഭ പടർത്തി വിവിധ ദേശങ്ങളിലേക്കും ഒഴുകി നിറയുകയാണല്ലോ. അങ്ങനെ ആനപ്രമ്പാൽ ദേശക്കാരുടെയും ഉദയാസ്തമയങ്ങൾ പമ്പാ നദിയുടെ ദിവ്യശോഭയാർന്നതാവുമ്പോൾ ഈ ദേശക്കാരുടെ മറ്റൊരു മഹാപുണ്യം ഇവിടെ അതിപുരാതന കാലം മുതൽക്കേ നിലനിൽക്കുന്ന ആനപ്രമ്പാൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രമാണ്. ശബരിമല ക്ഷേത്രം പോലെ തന്നെ വളരെ പ്രാചീന കാലം മുതൽക്കേയുള്ള ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ആനപ്രമ്പാൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. കുട്ടനാടിൻ്റെ സമീപ പ്രദേശങ്ങളിലൊന്നായ ആനപ്രമ്പാൽ ദേശം ഒരു കാലത്ത് കാർഷിക സമൃദ്ധിയുടെയും കൊയ്ത്തുത്സവങ്ങളുടെയും നാടായിരുന്നു. ജലഗതാഗതങ്ങളാൽ സുന്ദരമായ ആ കാലത്ത് പുഴയുടെ തീരത്ത് നിന്ന് മറുകര തേടാൻ കഴിയാത്ത വിധത്തിൽ മൈലുകളോളം നീണ്ടുകിടക്കുന്ന പാടങ്ങളിൽ ഞാറ്റുവേല കുളിർക്കാറ്റു വീശി നൃത്തമാടുന്ന പുന്നല്ലിൻ കാഴ്ചകളുടെ അതിമനോഹരങ്ങളായ ഇന്നലകളുടെ ഓർമ്മകളിലാണ് ഇന്നും ഈ ദേശക്കാർ ജീവിക്കുന്നത്. പുഴയിൽ നിരനിരയായി കെട്ടിയിട്ട വഞ്ചികളിൽ പതിനായിരക്കണക്കിന് പറ നെൽക്കൂമ്പാരങ്ങളുമായി കൃഷിപ്പാട്ടിൻ്റെ താളത്തിൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൻ്റെ തീരങ്ങളിലെത്തുമ്പോൾ നാടാകെ
ആനന്ദോത്സവങ്ങളാകുമായിരുന്നു. ഇന്നലകളെല്ലാം ഓർമ്മകളാകുമ്പോഴും ഈ ദേശക്കാരുടെ ആത്മാവിൻ്റെ നിത്യചൈതന്യമായി അന്നും ഇന്നും ധർമ്മശാസ്താവ് സർവ തേജസ്സോടും കൂടി ഇവിടെ വാണരുളുന്നു എന്നത് തന്നെയാണ് ഈ മണ്ണിൻ്റെ ഏറ്റവും വലിയ മാഹാത്മ്യം. കലിയുഗവരദനും നിത്യബ്രഹ്മചാരിയുമായി ശബരിമലയിൽ ശ്രീ അയ്യപ്പൻ വാണരുളുമ്പോൾ ശ്രീ ധർമ്മശാസ്താവ് ഇവിടെ ഭാര്യാപുത്ര സമേതനായി തികച്ചും ഗാർഹസ്ഥ്യഭാവത്തിലാണ് കുടികൊള്ളുന്നുവെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കലിയുഗവരദനായ സ്വാമി അയ്യപ്പനെ ആരാധിച്ചു തുടങ്ങുന്നതിനും യുഗങ്ങൾക്കു മുമ്പേ ശാസ്താവിനെ ആരാധിച്ചിരുന്നതായും ശാസ്താക്ഷേത്രങ്ങൾ ഇവിടെ നിലനിന്നിരുന്നതായും പറയപ്പെടുന്നു. ശ്രീ ധർമ്മശാസ്താവിൻ്റെ മറ്റൊരു അവതാര രൂപം തന്നെയാണ് സ്വാമി അയ്യപ്പനെന്നും ഭക്തജനങ്ങൾ വിശ്വസിച്ചു പോരുന്നു. ആദിയിൽ പരമശിവനിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ശ്രീ ധർമ്മശാസ്താവെന്ന് കരുതപ്പെടുന്നു. ത്രേതായുഗ കാലം മുതൽക്കേ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രങ്ങൾ നിലനിന്നിരുന്നതായും ചില ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. കേരളത്തിലെ പ്രശസ്തമായ ഒരു ധർമ്മശാസ്താ ക്ഷേത്രം സാക്ഷാൽ ശ്രീരാമൻ തന്നെ പ്രതിഷ്ഠിച്ചതായും ക്ഷേത്ര ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ ശ്രീ ധർമ്മശാസ്താവിനെ ആരാധിക്കുന്ന സമ്പ്രദായം യുഗങ്ങൾക്ക് മുമ്പേ തന്നെ ഇവിടെ നിലനിന്നിരുന്നു എന്ന് വേണം കരുതപ്പെടാൻ. അതുപോലെ തന്നെ സ്വയംഭൂവായ ശാസ്താ വിഗ്രഹങ്ങൾ തന്നെയാണ് പല ക്ഷേത്രങ്ങളിലും ആരാധിക്കപ്പെടുന്നതും. അനാദികാലം മുതൽ തന്നെ തുടക്കവും ഒടുക്കവുമില്ലാതെ ധർമ്മശാസ്താവിൻ്റെ ചൈതന്യം ഭൂമിയിൽ നിലനിൽക്കുന്നുവെന്ന് വേണം കരുതപ്പെടാൻ. കലിയുഗവരദനായി മനുഷ്യരൂപത്തിൽ അവതരിച്ച അയ്യപ്പനും ശ്രീ ധർമ്മശാസ്താവിൻ്റെ മറ്റൊരു ശക്തിഭാവം തന്നെയാണെന്ന് ദൈവജ്ഞർ പറയുന്നു. അതുകൊണ്ടുതന്നെ ആനപ്രമ്പാൽ ശ്രീ ധർമ്മശാസ്താവിൻ്റെ സ്വയംഭൂവായ വിഗ്രഹാരാധന തുടങ്ങുന്നതും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെയാണ്. യുഗങ്ങൾക്കപ്പുറത്തെ ആരാധനയുടെ തുടർച്ച പോലെ പല കാലഘട്ടങ്ങളിലും ധർമ്മശാസ്താവിന് ഇവിടെ ക്ഷേത്രം രൂപപ്പെട്ടുവെന്നേയുള്ളൂ. ഭഗവാൻ നിത്യചൈതന്യമായി ഈ ദേശത്ത് തന്നെ കാലഭേദമില്ലാതെ തുടരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. കാട് പിടിച്ചു കിടന്ന ഈ പ്രദേശത്ത് സ്വയംഭുവായിട്ടുള്ള ധർമ്മശാസ്താവിൻ്റെ പ്രതിഷ്ഠ കാണുകയും അതിന് നിവേദ്യാദികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തത്. കാലക്രമത്തിൽ ഈ ക്ഷേത്രം വളരുകയും ഒട്ടനവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യം കൊണ്ട് പവിത്രമാകുകയും ചെയ്തു. ഈ ക്ഷേത്രത്തിൽ പ്രധാനമായിട്ട് മുഴുദിന പൂജ ഉൾപ്പെടെയുള്ള പൂജാകർമ്മങ്ങൾ നടക്കുന്നുണ്ട്. ഉപദേവനായ വേലായുധ സ്വാമിയുടെ നിലയിൽ പഞ്ചാമൃത നേദ്യം ഉൾപ്പെടെയുള്ള വഴിപാടുകൾ നടക്കുന്നുണ്ട്. മറ്റുള്ള ഉപദേവ പ്രതിഷ്ഠകൾക്കും
അവർക്ക് അനുയോജ്യമായിട്ടുള്ള വഴിപാടുകൾ നടക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി അമ്പലപ്പുഴ പുതുമന ശ്രീ ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരിയാണ് ഇപ്പോഴത്തെ തലമുറയിലുള്ളത്. ഈ ക്ഷേത്രം പവിത്രമായി നിലനിൽക്കാൻ ഈ നാട്ടിലെ ആളുകൾ വളരെ നീക്കുന്നുണ്ട്. ഇപ്പോൾ കാണുന്ന ഈ ക്ഷേത്രത്തിന് 800 വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് ക്ഷേത്ര ചരിത്രം പറയുന്നത്. സ്വയംഭൂവായ വിഗ്രഹങ്ങൾ അതിൻ്റെ ശക്തി ചൈതന്യം അറിയിക്കുവാനായി പലവിധ അത്ഭുതങ്ങളും കാട്ടുന്നുണ്ട്. ഓരോ യുഗത്തിലും പ്രപഞ്ചവും മനുഷ്യനും സംസ്കാരങ്ങളും മാറുന്നതിനനുസരിച്ച്, ഓരോ ഭൂമിശാസ്ത്രങ്ങൾക്കുമനുസരിച്ച് മനുഷ്യരാശിക്ക് പരബ്രഹ്മ ചൈതന്യത്തെ അറിയുവാനുള്ള ലളിതമായ മാർഗങ്ങളിലൊന്നാണ് ക്ഷേത്രങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് കാലാകാലങ്ങളിൽ പല ദേശങ്ങളിലും പല വിഗ്രഹങ്ങളും സ്വയംഭൂവായി എന്ന് പറയപ്പെടുന്നതും. പണ്ടൊരിക്കൽ വനപ്രദേശമായിരുന്നു ഇവിടം. വിറക് ശേഖരിക്കുവാനെത്തിയ സ്ത്രീകളാണ് ശാസ്താവിൻ്റെ സ്വയംഭൂവായ വിഗ്രഹത്തിൻ്റെ അത്ഭുത ചൈതന്യം ആദ്യം തിരിച്ചറിയുന്നത്. തുടർന്ന് സമീപവാസിയായ നമ്പൂതിരി വിഗ്രഹത്തിലെ ശാസ്താവിൻ്റെ ചൈതന്യം തിരിച്ചറിയുകയും പായസ നൈവേദ്യം നൽകി വിഗ്രഹത്തിനു മുന്നിൽ പൂജാവിധികൾ തുടങ്ങുകയും ചെയ്തു. ആനപ്രമ്പാൽ ദേശത്തിൻ്റെ ദേശദേവനായിട്ടാണ് ആനപ്രമ്പാൽ ശ്രീ ധർമ്മശാസ്താവിടെ കുടികൊള്ളുന്നത്. അതുപോലെ തന്നെ എല്ലാ മാസത്തിലും അയ്യപ്പന് ഓരോ വിശേഷ ദിവസങ്ങളും വിശേഷമായിട്ടുള്ള പൂജകളും എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച വിശേഷാൽ പൂജകളുമുണ്ട്. അതുപോലെ തന്നെ അഷ്ടാഭിഷേകം വഴിപാടായിട്ട് നടക്കാറുമുണ്ട്. പിന്നെ എല്ലാ മാസത്തിലും മലയാള മാസത്തിലെ ഉത്രത്തിന് മഹാനിവേദ്യമായ ഇടിച്ചുപിഴിഞ്ഞ പായസം ഭഗവാന് നിവേദ്യം നടത്താറുണ്ട്. ഈ ക്ഷേത്രത്തിൽ 6 ദിവസവും ഉത്സവബലി ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു വിശേഷത. ഉത്സവബലി കഴിഞ്ഞാൽ എല്ലാവർക്കും വന്ന് മഹാപ്രസാദകൂട്ടും നടക്കാറുണ്ട്. തുലാമാസത്തിലെ ആയില്യത്തിന് സർപ്പത്തിൻ്റെ അവിടെ ആയില്യം പൂജ ഭംഗിയായിട്ട് നടക്കാറുണ്ട്. ഉത്സവം മകയിരത്തിനാണ് കൊടിയേറ്റ്, ഉത്തരത്തിന് ആറാട്ട്. അങ്ങനെ 8 ദിവസത്തെ ഉത്സവമാണ് നടക്കാറുള്ളത്. അനുഗ്രഹീതമായ പ്രകൃതിയാണ് ആനപ്രമ്പാൽ ധർമ്മശാസ്താ ക്ഷേത്രത്തിൻ്റേത്. വിശാലമായ ക്ഷേത്രമുറ്റത്തെ ആൽത്തറയ്ക്ക് സമീപം 2 കളിത്തട്ടുകൾ കാണാം. കുഞ്ചൻ നമ്പ്യാരെ പോലെയുള്ള മഹാകലാകാരന്മാരുടെ കലാരൂപങ്ങൾ അവതരിക്കപ്പെട്ട ധന്യമായ മണ്ണുകൂടിയാണിവിടം. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രക്കാഴ്ചകൾ കാണുമ്പോൾ തന്നെ ഈ ദേശക്കാരുടെ ആത്മീയ പൈതൃകത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ശ്രീകോവിലിനുള്ളിൽ അപൂർവങ്ങളിൽ അപൂർവമായ പ്രത്യേകതകളോടെയാണ് ശാസ്താവിഗ്രഹം കുടികൊള്ളുന്നത്. പ്രസന്നവദനനായ ഭഗവാൻ ഭാര്യയോടും സത്യകൻ എന്ന മകനോടുമൊപ്പമാണ് ഇവിടെ വാണരുളുന്നത്. ഇവിടെ 5:20 നട തുറക്കും. ഉപദേവന്മാരായ ശാസ്താവിൻ്റെ പിതാവായ ശിവൻ്റെ നടയും ഗണപതിയും തുറന്നതിന് ശേഷം 5:30 ശാസ്താവിൻ്റെ നട തുറക്കുക. 6:30 ഉഷനൈദ്യം,
അത് കഴിഞ്ഞ് എത്രത്ത പൂജ 7:30, 7:45 ശിവേലി. അത് കഴിഞ്ഞ് പന്തിരടി പൂജ 8 മണിക്ക്. നവകം പഞ്ചഗവ്യം എന്നുണ്ട്. ഉച്ചപൂജ 10 മണിക്ക്, 10:30 ശിവേലി. അത് ഉച്ചപൂജ കഴിയും. വൈകിട്ട് 5:30 നട തുറക്കുന്നു. ത്രിസന്ധ്യയ്ക്ക് ദീപാരാധന. അത് കഴിഞ്ഞാൽ 7 മണിക്ക് അത്താഴപൂജ. അത്താഴപൂജ കഴിഞ്ഞാൽ ത്രിപുക എന്നൊരു വിശേഷം കൂടി ഇവിടെ ഉണ്ട് ഈ ക്ഷേത്രത്തിൽ. ശ്രീകോവിലിനടുത്തായി ശിവനടയുമുണ്ട്. ശിവനടയിൽ ശാസ്താവിനെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പൂജകളും നടത്തിവരുന്നു. പമ്പാ നദിയുടെ തീരത്ത് വലതുഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മണിമലയും പമ്പയും ചേർന്ന് വരുന്ന തെക്ക് ഭാഗത്ത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന നദിയുടെ തെക്ക് ഭാഗത്ത് നിന്ന് ഒരു ശാഖ ഈ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തൂടെ പോകുന്നുണ്ട്. ആ നദിയുടെ വലത്തേ കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ശിലയിൽ ആയുധം കൊണ്ട് രക്തം കാണുകയും അത് ദൈവജ്ഞരെ അറിയിച്ച വിവരങ്ങൾ തീരുമാനിച്ച് ഇവിടെ ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്നും ശാസ്താവിൻ്റെതാണ് എന്നും ഉള്ള നിഗമനത്തിൽ ചെമ്പകശ്ശേരി രാജാവിൻ്റെ കാലത്ത് ആ രാജ സഹകരണത്തോടു കൂടിയാണ് ഇവിടെ ഇങ്ങനൊരു ക്ഷേത്രം പണിതത്. നാലമ്പലത്തിനു പുറത്തായി ഈ അടുത്ത കാലത്ത് ദൈവജ്ഞർ പറഞ്ഞതിൻ പ്രകാരം ഒരു വേലായുധ ക്ഷേത്രം കൂടി നിർമ്മിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തിവരുന്നു. പടിഞ്ഞാറോട്ട് ദർശനമായി നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനു വെളിയിൽ കിഴക്കുഭാഗത്തായി ഉപദൈവങ്ങളുമുണ്ട്. യക്ഷി, ബ്രഹ്മരക്ഷസ്, ശ്രീ ഭഗവതി, ഒറ്റമുലച്ചി, അറുകൊല, ശ്രീ ഭുവനേശ്വരി എന്നീ ഉപദൈവങ്ങളെ വണങ്ങി സർപ്പക്കാവിൽ കയറി സർപ്പദൈവങ്ങളെയും വണങ്ങാം. അതിലെ പ്രധാന ആട്ടവിശേഷങ്ങളിൽ ഏറ്റവും മുഖ്യം നമ്മുടെ തിരുവുത്സവമാണ്. തിരുവുത്സവം മകരമാസത്തിൽ ഉത്രം ആറാട്ടാണ് പ്രാധാന്യം. നമുക്ക് കൊടിയേറ്റിനേക്കാളും കൊടിയിറക്കം ആറാട്ടാണ് പ്രാധാന്യത്തോടെ പറയുന്നത്. അത് ഉത്രമാണ് മകരമാസത്തിൽ. മകരത്തിന് കൊടിയേറുന്നു. ഇവിടുത്തെ ഉത്സവം പണ്ട് മുതൽ തന്നെ വളരെയധികം പ്രശസ്തി ഉണ്ടായിരുന്ന, തിരുവിതാംകൂർ മുഴുവൻ അറിയപ്പെട്ടിരുന്ന ഉത്സവമാണ്. ഇന്നും അതിൻ്റെ ഖ്യാതി അതുപോലെ നിലനിർത്തിക്കൊണ്ടുപോകാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് പ്രധാന ആട്ടവിശേഷങ്ങൾ കർക്കിടക മാസത്തിൽ സപ്താഹയജ്ഞമുണ്ട് എല്ലാ വർഷവും. അതിന് അല്ലാതെ ഉത്രം നാളിലുള്ള ഉത്രപാരായണം, കാര്യം ഭഗവാന്റെ തിരുനാളായ ഉത്രത്തിന് പാരായണം, അതുപോലെ തന്നെ അന്നദാനം നടത്തുന്നുണ്ട്. പിന്നെ വൃശ്ചിക മാസമാണ് മണ്ഡലകാലം. സ്വാഭാവികമായിട്ടും ശ്രീധർമ്മശാസ്താവിൻ്റെ പ്രധാന എന്നുള്ള നിലയിൽ മണ്ഡലമാസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. എല്ലാ വർഷവും നമ്മൾ ലക്ഷാർച്ചന, ശനീശ്വര പൂജ, അങ്ങനെയുള്ള പ്രത്യേകം പൂജകൾ ഈ സമയത്ത് നടത്തുന്നുണ്ട്. ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം എന്ന് പറഞ്ഞാൽ ആനപ്പറമ്പാൽ തെക്കും വടക്കും രണ്ട് കരകളിലെ നായർ കുടുംബാംഗങ്ങളെ ഏകദേശം ഒരു 350 വീടിന് മേളിൽ ഉണ്ട്. അവരുടെ എല്ലാം ഉടമസ്ഥയിലുള്ളതാണ് ക്ഷേത്രം. ഇവിടുത്തെ ഭരണ സംവിധാനം എന്ന് പറഞ്ഞാൽ രണ്ട് കരയിൽ നിന്നും 10 പേരെ വീതം തിരഞ്ഞെടുത്ത് 10 പേരിൽ നിന്നും ഒരു ക്ഷേത്രയോഗം പ്രസിഡന്റിനെയും ക്ഷേത്രയോഗം കൺവീനറെയും തിരഞ്ഞെടുക്കുകയും അതിനുശേഷം ഭരണ നിർവഹണം നടത്തുന്നതിന് വേണ്ടി ഒരു 5 പേരെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുകയാണ് ഉള്ളത്. അതിൽ ഭരണ കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, മറ്റ് 2 ഭരണ കമ്മിറ്റി അംഗങ്ങളുണ്ട്. അവരാണ് ഈ ഭരണ കാര്യങ്ങളെല്ലാം, ക്ഷേത്ര സംബന്ധമായ എല്ലാ ഭരണകാര്യങ്ങളും നടത്തുന്നത്.
ക്ഷേത്രത്തിന് അല്പം അകലെയായി പമ്പാ നദിക്കരയിൽ ഭഗവാന്റെ ആറാട്ടുകടവുണ്ട്. ആറാട്ടുകടവിൽ ഒരുക്കിയിട്ടുള്ള ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ നിത്യവും വിളക്കുവച്ച് ആരാധന നടത്തുന്നു. ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞാടിയ മഹാസമൃദ്ധിയുടെ തിരുശേഷിപ്പുകൾ പോലെ ക്ഷേത്രത്തിൽ പലതും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ചീനഭരണികളാണ്. ഒരിക്കൽ ക്ഷേത്രത്തിന് സ്വന്തമായുണ്ടായിരുന്ന 10,000-കണക്കിന് പറ നെൽപ്പാടങ്ങളും മറ്റു കൃഷിയിടങ്ങളുമൊക്കെ ഭൂപരിഷ്കരണ നിയമത്തോടെ അന്യമാവുകയായിരുന്നു. ഒരിക്കൽ ക്ഷേത്രത്തിന് സ്വന്തമായുണ്ടായിരുന്ന നെല്ലും നാളികേരവുമൊക്കെ കളപ്പുരയിൽ കൂട്ടിവയ്ക്കുക മാത്രമായിരുന്നില്ല, മറിച്ച് ദാരിദ്ര്യ കാലഘട്ടങ്ങളിൽ അത് സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ ദേശക്കാർക്കെല്ലാം സദ്യ നൽകുകയും നെല്ലും നാളികേരങ്ങളും ആവശ്യമുള്ളവർക്ക് വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ പാരമ്പര്യം ഇന്നും പിന്തുടരുന്ന രീതിയിൽ തന്നെയാണ് ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ തുടരുന്നത്. മണ്ഡലകാലങ്ങളിൽ അയ്യപ്പ ഭക്തന്മാരുടെ ഇടത്താവളം കൂടിയാണിവിടം. മണ്ഡലകാലത്തെ 41 ദിനങ്ങളിൽ നിരവധി വിശേഷാൽ പൂജകളും നടത്തിവരുന്നു. രണ്ട് കരകളിലും പെട്ട നായർ കുടുംബ അംഗങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഈ ക്ഷേത്രം ആനപ്പറമ്പാൽ ദേവസ്വം ട്രസ്റ്റ് എന്ന പേരിൽ രൂപീകൃതമാവുകയും അതിൻ്റെ കീഴിൽ ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. UP സ്കൂളാണ്. 1 തൊട്ട് 7ാം ക്ലാസ് വരെയുള്ള ഒരു UP സ്കൂൾ. ഏകദേശം 75 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു സ്കൂളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. പല പ്രമുഖന്മാരെയും സംഭാവന ചെയ്തിട്ടുള്ള ഒരു സ്കൂളാണ്. ദേശബോധവും ആത്മീയ സംസ്കാരവും രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ എന്നും ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ദേവസ്വം ട്രസ്റ്റ് ഈ സ്കൂളിന് അധികം പ്രാധാന്യം നൽകുന്നത്. അന്തിവിളക്കുകൾ തെളിയിക്കുവാനും ദീപാരാധനയിൽ പങ്കുചേരുവാനുമായി ക്ഷേത്രമുറ്റത്തേക്ക് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു തുടങ്ങി. ധർമ്മശാസ്താവ് ഭക്തഹൃദയങ്ങളിൽ കലിയുഗവരദനായ അയ്യപ്പനും സ്വയംഭൂവായ ശാസ്താവുമാകുമ്പോൾ പ്രദക്ഷിണ വഴികളിൽ ശരണമന്ത്രം നിറയുകയായി. പമ്പയുടെ ഓളങ്ങളിലേക്ക് സൂര്യന്റെ പൊൻവട്ടം പടരുമ്പോൾ ക്ഷേത്രവിളക്കുകൾ തെളിയാറായി. മോക്ഷദായകമായ പ്രകാശങ്ങളിലേക്ക് ഓരോ ഭക്തരും അവരുടെ പ്രാർത്ഥനകൾ സമർപ്പിച്ചു തുടങ്ങി. ക്ഷേത്രാന്തരീക്ഷം ഭഗവാന്റെ ദിവ്യശോഭയാൽ നിറയുമ്പോൾ ശ്രീകോവിലിനുള്ളിലെ ഭഗവാന് മുന്നിൽ ആത്മാവ് സമർപ്പിക്കാനായി ഭക്തജനങ്ങൾ തൊഴുകൈകളുമായി നിന്നു. പൂജാമണികൾ മുഴങ്ങി. ശ്രീകോവിലിന്റെ നട തുറന്നു. പ്രസന്നവദനായ ഭഗവാന്റെ രൂപത്തിൽ നിന്നും ഭക്തജനങ്ങളുടെ ആത്മാവിലേക്ക് ദീപം കൊളുത്തപ്പെട്ടു.
ഭഗവത് പ്രസാദത്താൽ തേജോമയമായ മനസ്സും ശരീരവുമായി ദീപാരാധന തൊഴുതുനിന്ന ഭക്തർ മകരജ്യോതി കണ്ട ആത്മാനന്ദത്തോടെ നിലകൊണ്ടു. ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം. ഇനി നാലമ്പലത്തിനു പുറത്തുള്ള വേലായുധ ഭഗവാന് ദീപാരാധനയുടെ സമയമാണ്. അയ്യപ്പസ്വാമിയുടെ പ്രതിരൂപമായ ശാസ്താവിനെ തൊഴുത് നാലമ്പലത്തിനുള്ളിലെ ശിവനടയിലും പ്രാർത്ഥിച്ച് വേലായുധനെയും വന്ദിച്ചെത്തുന്ന ഭക്തജനങ്ങളുടെ മനസ്സ് ഒരു ശിവകുടുംബ ദർശന സായുജ്യം നേടുകയായി. ഭക്തമാനസം ഭരണലോലുപം നർത്തനാലസം. പ്രദോഷ പൂജകൾ കഴിഞ്ഞ് പുണ്യദർശനം നേടിയ നിർവൃതിയോടെ ആനപ്രമ്പാൽ ദേശക്കാർ ഇനി വരാൻ പോകുന്ന ഉദയാസ്തമയങ്ങളും ഈ ജന്മം മുഴുവനും ഭഗവാനു മുന്നിൽ സമർപ്പിക്കുവാനുള്ള ആത്മസംതൃപ്തിയോടെ മടങ്ങുകയായി. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ